ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിതാസ് റെസിപ്പീസ്. എന്തൊക്കെയുണ്ട് വിശേഷം? കുറച്ച് നാളെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പലഹാരത്തിന് മെയിനായിട്ടും വേണ്ടത് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ മുട്ടയുമാണ്. അപ്പോൾ പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. മുട്ടയും നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ആദ്യം വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് ഉടച്ചെടുത്താലും മതി കേട്ടോ. ഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഉടക്കാൻ വേണ്ടിയിട്ട് സുഖമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരേ അളവിൽ ഒരേ വലുപ്പത്തിൽ നമുക്ക് ഇതൊന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു കട്ടിയിൽ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യിൽ നന്നായിട്ടൊന്ന് എണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ആക്കി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ മസാലയിൽ നിന്നും കുറച്ചൊന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. നമുക്ക് ഇതിന് മുകളിലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മുട്ടയുടെ പീസ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നുകൂടി ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടൊന്ന് പരത്തിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഉള്ളിൽ മുട്ട നിറച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പം ഈ ഒരു കട്ടിയിലാണ് കേട്ടോ വേണ്ടത്. നമ്മൾ 2 പ്രാവശ്യമായിട്ട് മസാലക്കൂട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ അധികം കട്ടിയിൽ പരത്തേണ്ട ആവശ്യമില്ല. കുറഞ്ഞ കട്ടിയിൽ പരത്തിയിട്ട് വേണം നമ്മൾ മുട്ട ഇതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിലാണ് ഇത് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട കൂടി എടുത്തിട്ടുണ്ട്. മുട്ടയിലേക്ക് ഒരു നുള്ള് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഓരോന്നായിട്ട് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ആദ്യം മുട്ടയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇത് ചെയ്യാൻ 2 കൈ യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം ഒരു കയ്യിൽ നമ്മൾ മുട്ടയുടെ നനവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് ക്രംസിൽ നനയാത്ത കൈ വെച്ചിട്ട് ചെയ്യുന്നതാവും നന്നാവുക. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുന്ന സമയത്ത് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 ഭാഗവും ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നമ്മൾ എന്നും കട്ട്ലറ്റൊക്കെ ഒരുപോലെ റെഡിയാക്കുന്നതല്ലേ, അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്